വെൽക്കം ടു ദ വ്ളോഗ്സ്. ഇന്നേ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോണ്. പെട്ടെന്ന് ഉള്ളത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മസാല, പട്ട, ഗ്രാമ്പു, പെരുംജീരകം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വഴറ്റാൻ ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 4 ഗ്ലാസ് അരിയാട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 4 ഗ്ലാസ് അരി റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അളവ് പാത്രം എപ്പോഴും കറക്റ്റായിരിക്കണം. ഏത് പാത്രത്തിൽ അരി എടുക്കണം അതിന് വെള്ളം കറക്റ്റായി എടുക്കണം കേട്ടോ. ഇനി അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ വാർത്ത് വെച്ചാൽ മതി കേട്ടോ, കൂടുതലാവാൻ പാടില്ല. ഇനി കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഏലക്ക ഒന്ന് കുറച്ച് ശകലം അതിൻ്റെ തോല് പിളർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ മണമൊക്കെ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇതെല്ലാം ഫ്രൈ ആയി വരട്ടെ. അതിലേക്ക് കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. സവാള ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അരി ഏതിലാണോ എടുക്കണത് അതിനനുസരിച്ച് വെള്ളം. ഈ റൈസ് വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ എടുക്കണത്. 2 ഗ്ലാസ്സും എടുക്കാം. കുക്കറിലായ കാരണം 1.25 ഗ്ലാസ് വെള്ളം മതി കേട്ടോ, പെട്ടെന്ന് ആവും. ഇനി റൈസ് ആ ഓയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ഡ്രൈ ആക്കിയാൽ മതി. നന്നായി ഒന്ന് വഴറ്റി എടുക്കുക. അതിൻ്റെ ഈർപ്പെല്ലാം പോയി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് അളന്ന് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. എപ്പോഴും വെള്ളം കറക്റ്റായിരിക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കേട്ടോ. കുക്കറിലല്ല, നമ്മൾ വേറെ പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കറക്റ്റായിരിക്കണം, കുറയാനും പാടില്ല എന്നാൽ കൂടാനും പാടില്ല. നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ ശകലം ഒന്ന് മുന്തി നിൽക്കണം കേട്ടോ. നമ്മൾ ഇതിൽ ഈ സമയത്ത് നോക്കുമ്പോൾ എന്നാൽ റൈസിലൊക്കെ പിടിച്ച് വരുള്ളൂ. ഇനി അതിലേക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പൈനാപ്പിൾ എസൻസ് ആട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി. ഇനി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെക്കണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവെല്ലാം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് പുരട്ടി ചിക്കനിലേക്ക് പുരട്ടി ഇതിൽ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് പുരട്ടിയിട്ട് മസാലയെല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇനി കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. എൻ്റെ റൈസ് എല്ലാം കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ വിസിലെല്ലാം പോയിട്ട് റൈസ് തുറക്കാം കേട്ടോ. കുക്കർ തുറക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ശകലം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക്, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ. ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ സവാള.
അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഇനി അതിലേക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ ശകലം ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതിന് ഞാൻ പഞ്ചസാര ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി റൈസെല്ലാം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ റൈസ്. കുറച്ച് നെയ്യ് കൂടെ അതിലേക്ക് റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സവോളയെല്ലാം അതിന് മേലെ വിതറി കൊടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം അതിലേക്ക് വിതറി കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മല്ലിയിലയൊന്നും ഇടുന്നില്ല, മല്ലിയില ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് എത്ര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ ഉള്ളി വഴറ്റിയ പാനിലേക്ക് ആ പാനിലെ എണ്ണയിലേക്ക് നമ്മൾ ആ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു പകുതി ഫ്രൈ ആയാൽ മതി. പകുതി ഫ്രൈ ആകണ വരെ വെച്ചാൽ മതി കേട്ടോ. പകുതി ഫ്രൈ ആവണ വരെ വെച്ചാൽ മതി. കൂടുതൽ നേരം ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബലം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ ചിക്കന്. അപ്പോൾ പകുതി ഫ്രൈ ആയാൽ മതി. ഇനി ചിക്കൻ പീസെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. പകുതി ഫ്രൈ ആയാൽ മതി കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പീസെല്ലാം ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവോള വഴറ്റാം കേട്ടോ. ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു വലിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി വഴന്ന് വരട്ടെ. ഇനി മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി മസാലപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലപ്പൊടി മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾക്കിപ്പോൾ ഒരു ചാറ് പോലെ കുറച്ച് ശകലം ചാറ് പോലെ വേണമെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ഓവറായി ഒഴിക്കണമൊന്നുമില്ല. അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ ആവശ്യമുള്ള വെള്ളം മതി. ഉപ്പെല്ലാം നോക്കണം കേട്ടോ. ഇനി ഈ ഗ്രേവിയിൽ ഉപ്പുണ്ടോയെന്ന് നോക്കണേ. പാകത്തിന് ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ. ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മളിതെല്ലാം ഗ്രേവി എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് അടച്ച് മൂടി വയ്ക്കുന്നുണ്ട്. നന്നായി ഒന്ന് വെള്ളമെല്ലാം ചാറെല്ലാം വറ്റി വരട്ടെ. നല്ല ടേസ്റ്റിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.